ഹലോ നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും സുരേഷ് ഫാമിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് അതുപോലെ തന്നെ നമ്മുടെ അല്ലു രാവിലെയുള്ള വൈകിട്ടത്തേക്കുള്ള പുല്ല് രാവിലെ പുല്ലറുത്തിട്ട് വൈകിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. രാവിലെ സൈലേജാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ പുല്ല് നമുക്കിനി ഓരോ സൈഡ് നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടുത്ത സൈഡ് കിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സൈഡെല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് നേരത്തെ ഉള്ള എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം അറിയാം, നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അല്ലു രാവിലെ അവിടെ എല്ലാം ക്ലിയർ ചെയ്ത് ഇനി ബാക്ക് സൈഡൊക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് പോകേണ്ട ബാക്കിലോട്ട് അങ്ങോട്ടുണ്ട്. അതെല്ലാം കിളിച്ച് വരുവാണ്. അപ്പോൾ ഈ പുല്ലുകളെല്ലാം ഇങ്ങനെ അടുത്ത് ക്ലിയർ ചെയ്യണം. ഈ മഴയ്ക്ക് മുമ്പ് നമ്മൾ ക്ലിയർ ചെയ്യണം, അതാണ് നമ്മുടെ ടാർഗറ്റ്. മഴ തീരുന്നതിന് മുമ്പേ നമ്മൾ ചെയ്തിട്ട് നമ്മളെല്ലാം വളം ഇട്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മളെല്ലായിടത്തും ചാലൊക്കെ വെട്ടിയാണ്ടോ, ഇതെല്ലാം ചാലെല്ലാം നമ്മൾ വെട്ടി വളമെല്ലാം ഓരോ സ്ഥലത്തോട്ട് മൂത്രവും ചാണകവും എല്ലാം മിക്സ് ചെയ്ത് കുളിപ്പിക്കുന്ന വെള്ളവും എല്ലാം മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ കലർത്തി എല്ലാം ചാലൊക്കെ വെട്ടി ഇട്ടിട്ട് ആ സൈഡെല്ലാം നല്ല രീതിയിൽ വളം നമ്മൾ ഓൾറെഡി ഇട്ടിരിക്കുക. അവിടെ എല്ലാം ചാല് ഞാൻ ഓൾറെഡി ഇപ്പോൾ ഒരു 6 മാസം കൊണ്ടേ ഞാൻ ചാല് വെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ഓരോ സൈഡുകൾ വളങ്ങൾ ചെന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ സൈഡ് കുറച്ച് പുല്ലിടാനുണ്ട്. അപ്പോൾ ഈ സൈഡ് നമ്മൾ കുറച്ച് പുല്ലിടാനുണ്ട്. നമ്മൾ പിന്നെ പുല്ല് ഇടുന്നില്ലെന്ന് വെച്ച് നമുക്കപ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ ഒരു 10-20 കന്നാലിക്ക് തിന്നാനുള്ള പുല്ല് നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. നമ്മൾ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അർത്ഥത്തെത്തില്ലെന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം, നല്ല രീതിയിൽ പുല്ല് മുറ്റിപ്പോയി, അർത്ഥെത്തിയില്ല നമ്മൾ. അപ്പോൾ ഞാൻ വിചാരിച്ച ഇത് നോർമൽ പുല്ലുണ്ട്, സാധാ പുല്ലുണ്ട്, നല്ല രീതിയിൽ ഇത് നല്ല ഗ്രോത്ത് ഉണ്ട്. അപ്പം കുട്ടികളൊക്കെ ഉണ്ടല്ലോ, പശുക്കിടാങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ കൂടുതലും ഈ പുല്ലുകളാണ് അറുത്ത് കൊടുക്കുന്നത്. അപ്പോൾ കച്ചിൽ ഞാൻ കൊടുക്കാറില്ല. ഈ സാധാ പുല്ലുകളുണ്ട്, നല്ല രീതിയിൽ ഗ്രോത്ത്. ഒരു 10 മനക്കെട്ട് കഴിഞ്ഞാൽ 2-3 ചാക്ക് പുല്ല്, 2-3 കെട്ട് പുല്ല് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ ഈ സ്ഥലങ്ങൾ ഞാൻ വെറുതെ ഇട്ടിരിക്കുക. വേണമെന്നുണ്ടെങ്കിൽ പുല്ലിടാം. നേരത്തെ പുല്ലിട്ടിരുന്ന സ്ഥലങ്ങളാണ്. വളം ഇങ്ങോട്ടൊന്നും മൂത്രവും ചാണകവും ഒന്നും ഇങ്ങോട്ട് എത്തിക്കാഞ്ഞത് കൊണ്ട് എനിക്ക് ആ പുല്ല് കിട്ടിയതുകൊണ്ട് ഞാൻ പിന്നെ അത് വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ സാധാ പുല്ല് നല്ല ഗ്രോത്തായിട്ട് എനിക്ക് തോന്നി. നല്ല ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിപ്പോൾ ഈ പുല്ല് അത്രയും സമയം തന്നെ എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു 5 കെട്ട് പുല്ലൊക്കെ പെട്ടെന്ന് 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് കിട്ടിയതിൽ നല്ല എന്ന് പറഞ്ഞാൽ വളം ഓൾറെഡി ഞാൻ വളം ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളായതല്ല, ചാണകമൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് പുല്ല് ശരിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും എല്ലാം സാധാ പുല്ലുകളുണ്ട്. ഇവിടെ ഇടണമെങ്കിൽ അപ്പുറത്തോ സൈഡിൽ അങ്ങോട്ടും എല്ലാം നമുക്ക് ഇടാനുള്ള ഏരിയകളുണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് ഇട്ടിട്ട് കാര്യമില്ല. നമുക്ക് പശുവിൻ്റെ അനുസരിച്ച് നമ്മൾ ഇടുന്നുണ്ട്. നമുക്ക് പശുവിന് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ആവശ്യത്തിനുള്ള പുല്ല് ഒരു 10-100 കിലോ പുല്ല്, 100-200 കിലോ പുല്ല് നമുക്ക് ഡെയിലി നമുക്കൊരു ദിവസം ഏതായാലും സാധാ ആയാലും മറ്റ് സാധാ പുല്ലായാലും സൂചിപ്പുല്ലും മുളംപുല്ലും ഒക്കെ ആയാലും സാധാ പുല്ല്, പിന്നെ വള്ളിപ്പുല്ല്, പിന്നെ നമുക്കുള്ള വളർത്തുപുല്ല്, സൂപ്പർ നേപ്പിയറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമുക്കിപ്പോൾ ഉണ്ട്. അന്നേരം പിന്നെ നമ്മളിനി ആ സ്ഥലങ്ങൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് ചെയ്യാനുള്ള സ്ഥലങ്ങളവിടെ കിടപ്പുണ്ട്. അതാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് ഒരു പൈപ്പ് കണക്ഷൻ നമുക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം ഇവിടെ നിന്നുള്ള പാസ് ചെയ്ത് അങ്ങോട്ട് ഒരു ചാലുണ്ട്. 2 ചാല് പാസ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ട ഇവിടുന്ന് തൊഴുത്തിൽ നിന്ന് വരുന്നുണ്ട് ഈ പൈപ്പ് കണ്ടോ, ഈ പൈപ്പ് തൊഴുത്തിൽ നിന്ന് വരുന്ന മെയിൻ പൈപ്പാണ്. ഇതിനകത്ത് ഒരു 6 ഇഞ്ച് ഒരു 45 ഇട്ട് കണക്ട് ചെയ്ത് ബെൻഡോ 45 ഇട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് താത്ത് നേരെ നമുക്ക് അങ്ങോട്ടങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ചാലിലൊരു 4-5 പൈപ്പ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് ഓരോ പണയിലേക്ക് നമുക്ക് 6 ഇഞ്ചിൻ്റെ പൈപ്പിനകത്ത് അത് കൊണ്ടുവന്ന് അവിടെ ഇറക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് സെൻറ്ററിലേക്ക് ചാലിട്ട് നമ്മളങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഏരിയയിലുള്ള എല്ലാം വളവും മൂത്രവും എല്ലാം എപ്പോഴും സ്പ്രെഡായി കിടക്കും. അപ്പോൾ നമുക്കുള്ള നമ്മളെ പുല്ലിന് എപ്പോഴും നമുക്ക് ചാണകവും മൂത്രവും വെള്ളവും, അപ്പോൾ ഈ കുളിപ്പിക്കുന്നതും കൂടെ വെള്ളം ആയതുകൊണ്ട് നമുക്കത് കേടില്ല. രണ്ടും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ കേട് വരത്തില്ല. വെറും ചാണകവും മൂത്രവും വാരി ചവിട്ടിയിടുന്നതിനേക്കാൾ നല്ലത് ഇതും കൂടെ മിക്സ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റി ഇടാം. ഓരോ പണ കഴിയും തോറും 2 ആഴ്ച ഒരു പണ ഇട്ടിട്ട് വീണ്ടും 2 ആഴ്ച അങ്ങനെ വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരേ ഗ്രോത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് നല്ല മഴയായിരുന്നു, 2 ദിവസം കേട്ടേ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ തോട്ടിലൊക്കെ വെള്ളം കയറാണ്ട്. ഇപ്പോൾ ഇത്തിരി ഇന്നലെ മഴയില്ല, ഇന്നലെയൊന്നും മഴയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇത്തിരി തോട്ടിലാണ്ട് ഇപ്പം നല്ല വെള്ളമാണ്, നല്ല തെളിഞ്ഞ വെള്ളം. അപ്പോൾ ഇത് നല്ല ഒഴുക്ക് കുറഞ്ഞു. ഇത് നല്ല മുകളിൽ കയറി, പാലത്തിനടുത്ത് വരെ കയറിയായിരുന്നു. അപ്പുറത്ത് കവിഞ്ഞ് നമുക്കുള്ള പാടത്തോട്ട് കുറച്ച് കയറും, ഒരുപാട് കയറത്തില്ല. അത് ഒരു ദിവസമാണ് നിൽക്കത്തേ ഉള്ളൂ. പിന്നെ താഴോട്ടങ്ങ് പോകാൻ അങ്ങോട്ട് താഴോട്ടാണ് സ്ലോപ്പ് കിടക്കുന്നത്. അതുകൊണ്ട് താഴോട്ടങ്ങ് പോയിക്കോളൂ, ഇവിടെ നിൽക്കത്തില്ല. ഒരു 1-2 മാക്സിമം 2 ദിവസം. ഇപ്പോഴത്തെ വെയിലറിയാമല്ലോ, 2 ദിവസം 10 ദിവസം മഴ പെയ്താലും ഒരു ദിവസം വെയിലടിച്ച് കഴിഞ്ഞാൽ വെള്ളം മൊത്തവും വലിയ അത് കണക്ക് ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു ഉപകാരമാണ്. അപ്പോൾ ആ സൈഡ് അപ്പുറത്തെ സൈഡ് അറുത്തിട്ട് ഇനിയാണ്ട് ഇപ്പുറത്തെ
2 പണ അറുക്കാനായിട്ട് അതിൽ വന്ന് അറുപ്പ് തുടങ്ങി. അവിടെ കട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ അത് നമ്മൾ ഓരോ സൈഡ് ക്ലിയർ ചെയ്യണം. ഞാൻ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മുറ്റുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടെന്ന് പറഞ്ഞാൽ ഞാനിത് പുല്ല് ഇപ്പോൾ കുറച്ചുകൂടെ വിളയട്ടെന്നും പറഞ്ഞ് നിന്നപ്പോഴത്തേക്ക് അതെല്ലാം അങ്ങ് പഴുത്തു പോകും. അല്ല പഴുത്തല്ല, മുറ്റിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ 2 ആഴ്ചയോടെ നിൽക്കാം. പക്ഷേ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ കട്ട് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. വെട്ടി പീസാക്കേണ്ട കാര്യമില്ല. ഇതൊന്നും അല്ല ഗ്രോത്ത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഭയങ്കര ഗ്രോത്താണ്. ഒരു 2 ആൾ പൊക്കം, ഇപ്പോൾ തന്നെ അല്ലുവിൻ്റെ പൊക്കം ഉണ്ട്. അതിപ്പോൾ ഏതാണ്ടൊരു 25 ദിവസം ആയതേ ഉള്ളൂ. ഈ പുല്ലൊക്കെ എന്ന് പറയുന്നത് 25 ദിവസം ആയ പുല്ലുകളാണ്. ഇപ്പോൾ 45 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് 40 ദിവസം 35 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് 2 ആൾ പൊക്കമാകും പുല്ല്. ഒരു 30 ദിവസം കഴിഞ്ഞാൽ പിന്നെ പുല്ലിന് ഹൈറ്റ് കൂടി നല്ല മൂടൊക്കെ നല്ല വണ്ണം വെച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പുല്ല് വേണം. ഏത് സുഹൃത്തുക്കളായാലും നമുക്ക് പുല്ല് ആവശ്യത്തിൽ കൂടുതൽ പുല്ലുണ്ടായാൽ മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ആവശ്യത്തിൽ കൂടുതൽ പുല്ലുണ്ടെങ്കിൽ മാത്രമേ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വീഡിയോ കൂടെ ഇതും കൂടെ പുല്ലിൻ്റെ കാര്യം കൂടെ ഞാൻ കാണിച്ചതാണ്. അതായത് ഇപ്പം പുല്ല് ഇല്ലാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ആവും. അവർക്കും പുല്ല് എന്തെങ്കിലും പാടങ്ങൾ റിലീസിനെടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം പുരയിടങ്ങളിലൊക്കെ കുറച്ച് പുല്ലിട്ട് കഴിഞ്ഞാൽ അവർക്ക് 4-5 പശുക്കളല്ല 10 പശുക്കളോ ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് 10-50 സെൻറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പുല്ല് കിട്ടും. അപ്പോൾ ഇന്നത്തെ പ്രധാനമായിട്ട് വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. പറയാൻ ഉദ്ദേശിച്ചത് ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് നമ്മളെ പ്രേക്ഷകർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ തന്നെ കോൾസിലോട് എൻക്വയറി ഉണ്ട്. അതായത് പുതിയ ഒരു ഫാം തുടങ്ങാനും പുറത്തുനിന്ന് വെളിയിൽ നിന്ന് വന്ന് പ്രവാസികളായ ആൾക്കാരൊക്കെ വന്ന് ഈ ഫീൽഡിലോട്ട് ഇറങ്ങാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ തന്നെ നാട്ടിൽ പല ആൾക്കാരും ഈ മേഖലയിലോട്ട് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാൻ, അവർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ചേട്ടാ ഇതെങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, നമ്മളിപ്പം എങ്ങനെയാണ് പശു വളർത്തേണ്ടത്, എങ്ങനെയാണ് തുടങ്ങുന്നത്, എൻ്റെ രീതി എങ്ങനെയാണ്, അതിൻ്റെ ലാഭം എങ്ങനെയാണ്, ഇതെന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ. അപ്പോൾ അവരെല്ലാം കുറച്ച് ബേസിക്കായിട്ട് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോടെല്ലാം എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് തൊഴിലായാലും ഇപ്പം പശു വളർത്തായാലും മറ്റു തൊഴിൽ പോലെ തന്നെ ഏത് തൊഴിലായാലും ആ തൊഴിലിനോട് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. അല്ലാതെ നമ്മൾ കുറച്ച് പശുക്കളെ വാങ്ങി അവിടെ ഇടുക, കുറേ ജോലി 1-2 ജോലിക്കാരെ ഇടുക, നമ്മൾ മലയാളിയായിട്ട് നിൽക്കുക, അതൊരു നടപ്പുവശമുള്ളൊരു കാര്യമല്ല. അത് വിജയിക്കില്ലത്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ തുടക്കക്കാരൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ പല ഫാമുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ജസ്റ്റ് ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങൾ നടക്കും. അല്ലെങ്കിൽ അവർ മൊബൈലിൽ വീഡിയോയിൽ അവർക്കുള്ള CC ക്യാമറയിൽ അവർ വിളിച്ച് പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊക്കെ അവർ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും എന്ന് പറയുക അങ്ങനെയൊക്കെ അവർ പറയാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ ഇവർ നല്ല രീതിയിൽ അധ്വാനിച്ച് ഒരു ലെവലായിട്ട് ശേഷമായിരിക്കും അവർ ജോലിക്കാരൊക്കെ നിർത്തി നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. അത് കണ്ട് നമ്മൾ ഈ ആടി കയറി 2 ജോലിക്കാരെ നിർത്തി കഴിഞ്ഞാൽ അത് കണക്ക് പോകുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. കാരണം ഇത് നമ്മൾ ആദ്യം പഠിക്കണം. ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞാൽ ഇതിന് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, പിന്നെ ഇതിനെ പശുവിനെ എങ്ങനെ സെലക്ട് ചെയ്യണം, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പരിപാലിക്കുന്ന രീതികൾ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു ഫീൽഡിൽ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് അടുത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ആദ്യം പോയി 5-10 പശുക്കളെ എടുക്കാതെ 1-2 കുറഞ്ഞ പശുക്കളെ എടുക്കുക. കുറഞ്ഞ പശുക്കൾ മീൻസ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെനയും കറവുള്ള പശുക്കളെ എടുക്കുക. ചെനയും കറവുള്ള പശുക്കളാകുമ്പോഴത്തേക്ക് ഒരു 10 ലിറ്റർ 12 ലിറ്റർ പാലുള്ള ഒരു പശുവിനെ ഒരു 3-4 മാസം 3 മാസം ചെനയുള്ള പശുക്കളെ മേടിച്ചിട്ട്, അപ്പോൾ നമുക്ക് അത് നമ്മളെ കയ്യിൽ ബഡ്ജറ്റിൽ നിൽക്കുകയാണ്. ഒരുപാട് പൈസയും പോയില്ല. അതിനകത്ത് നമുക്ക് ഒരു പാഠങ്ങൾ പഠിക്കാൻ പറ്റും. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം അതിന് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, അതിൻ്റെ കറവ് കാര്യങ്ങൾ, ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. കറവ് പ്രധാനമായിട്ട് നമ്മൾ ഈ കറവ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കറവ് കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ ജോലിക്കാരെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ അണ്ണാച്ചിയെ ഏൽപ്പിച്ചു അല്ലെങ്കിൽ കറവക്കാരെ ഏൽപ്പിച്ചു നമ്മൾ മാറിയിരിക്കാമെന്ന് വെച്ചാൽ അവരൊരു ദിവസം വന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പശുക്കളുടെ സമയത്ത് കറന്നില്ലെങ്കിൽ അകിടുവെക്കാവും. നമുക്ക് പാല് കൊടുക്കുന്ന എവിടെ, നമ്മൾ മിൽമയിലാണോ കടകളിലും നമ്മൾ ചില്ലറ ലോക്കൽ സെയിലൊക്കെ ആണെങ്കിൽ അവിടെ പാല് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരും. അവർ വേണമെങ്കിൽ വേറെ പോവും. ഒരു ദിവസം 2 ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ക്ഷമിക്കും. സ്ഥിരം ഇതൊരു ചില കറവക്കാരെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരാഴ്ച വരും, അടുപ്പിച്ച് വരും, പിന്നെ 2 ദിവസം സുഖമില്ലെന്നും പറഞ്ഞിരിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രവണതയുണ്ട് കൂടെ ആൾക്കാർ. എല്ലാവരും അങ്ങനെയല്ല എന്നല്ല പറഞ്ഞാൽ ഒരു 80% കറവക്കാരും അങ്ങനെ തന്നെ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞതാണ്.
അപ്പോൾ നമ്മളിത് പ്രധാനമായിട്ട് ഈ കൊണ്ടുവരുന്ന ചെറിയ കുറഞ്ഞ പാലുള്ള പശുക്കളാകുമ്പോൾ കറവും ചെനയുള്ള പശുക്കളാകുമ്പോഴത്തേക്ക് നമ്മളിതിനെ കറവുകൾ പഠിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കറവക്കാരനെ ആദ്യം അഴിപ്പിച്ചിട്ട് നമ്മൾ പതുക്കെ കൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കറവുകൾ പഠിച്ച് കുറച്ച് പാലുകളെങ്കിൽ നമ്മൾ കറന്ന് ആദ്യമൊക്കെ വെച്ച് കൈ കഴുപ്പും കാല് കഴുപ്പും ഒക്കെ കുത്തിയിരിക്കുമ്പോഴും ഒക്കെ നമുക്ക് കൈയും കാല് കഴുപ്പൊക്കെ തോന്നും. അത് പിന്നെ ശീലമായി അതിനോട് ഇൻട്രസ്റ്റ് വന്ന് ഒരു പാഷനാക്കി എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇത് മാറിയിട്ട് നമ്മളിത് പതുക്കെ കറന്ന് നമുക്കൊരു ബാലൻസ് ആവണം. ഇത് ആദ്യം ഒരു കൈ കൊണ്ടൊക്കെ കറക്കുക, ഒരു കൈ കൊണ്ട് കറക്കുക, പിന്നെ രണ്ട് കൈ കൊണ്ടാക്കുക, പിന്നെ സ്പീഡ് കൂട്ടുക. പിന്നെ ആദ്യം നമ്മൾ അരമണിക്കൂർ കൊണ്ട് കറന്നെങ്കിൽ പിന്നെ അതൊരു 20 മിനിറ്റ്, 15 മിനിറ്റ്, 10 മിനിറ്റ്, 5 മിനിറ്റ് അങ്ങനെ ആക്കി എടുക്കുക. മാക്സിമം എത്രയും ടൈം കൊണ്ട് കാരണം 7 മിനിറ്റാണ് ഒരു പശു ചുരത്തി 7-10 മിനിറ്റിനകത്ത് അതിനെ കറന്നെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ചുരം നിലനിൽക്കുന്നത്. അപ്പോൾ കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ ഒരുപാട് സമയങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് പാല് ചുര പിടിക്കുമെന്ന് പറയും നമ്മൾ. അപ്പോൾ പാല് അകിടിൽ പിടിക്കും, പിന്നെ അത് അകിടി വീക്കമായി മാറും. അത് പിന്നെ വേറെ പ്രശ്നങ്ങളിലോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് മാനസിക പ്രശ്നത്തിനും മാനസികമായിട്ടുള്ളൊരു വിഷമത്തിനും പിന്നെ നമ്മളെ സാമ്പത്തിക നഷ്ടത്തിനും ഒക്കെ കാരണമാവും. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 10, 45, 50 രൂപയ്ക്കകത്തുള്ളൊരു പശുവിനെ മേടിച്ച് കഴിഞ്ഞാൽ 3 മാസം ചെനയല്ല 4 മാസം ചെനയുള്ള ഒരു 45, 50 രൂപയ്ക്കകത്തുള്ളൊരു പശുവിനെ മേടിച്ച് കഴിഞ്ഞാൽ 2 പശുവിനെ മേടിച്ചോ കുഴപ്പമില്ല, 2 പശുവിനെ മേടിച്ച് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നെ ഒരു പ്രസവിച്ച പശുവിനെ മേടിക്കുക. അപ്പോൾ കുറച്ചുകൂടെ കൂടിയ പശുവിനെ മേടിക്കുക. ഒരു 85, 70 രൂപയ്ക്കൊക്കെ 85, 90 രൂപയ്ക്കൊക്കെ ഒരു 10, 18, 20 ലിറ്റർ പാലുള്ളൊരു പശുവിനെ മേടിച്ചിട്ട് അതിനെ പരിപാലിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മളെ മനസ്സിൽ കിടക്കുകയാണ്, നമുക്ക് ഉണ്ട് ഓൾറെഡി. അപ്പോൾ അതനുസരിച്ച് അടുത്ത പശുവിനെ നോക്കുക. അപ്പോൾ അതും നമ്മളെ നമ്മളെ കയ്യിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത പശുവിനെ കൂട്ടുക. അങ്ങനെ കൂട്ടി പിന്നെ നമ്മൾ ഹൈബ്രിഡിലോട്ട് മാറുക. അപ്പോൾ ഒരു 4-5 പശുക്കൾ വന്ന് നമ്മളെ കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഹൈബ്രിഡിലോട്ട് മാറാവൂ. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ പശു പോലല്ല, പരിപാലനം വ്യത്യസ്തമാണ്, എല്ലാ ചിട്ടയും രീതികളും തീറ്റയും എല്ലാം വ്യത്യസ്തമാണ്. അപ്പം ആ രീതിയിലോട്ട് മാറുമ്പോഴത്തേക്ക് നമുക്ക് അത് നല്ല രീതിയിൽ സക്സസ് ആയിട്ടുള്ള ഒരു ഫാർമർ, ഒരു ക്ഷീരകർഷകനായി മാറാൻ സാധിക്കും. അമ്മ സ്റ്റെപ്പായിട്ട് നമ്മൾ കൊടുക്കുക. പിന്നെ അതിൻ്റെ തീറ്റക്രമങ്ങൾ, പിന്നെ നമ്മൾ ഈ വായി കാണുന്നതും റോഡിൽ കാണുന്ന തീറ്റകൾ കൊടുക്കാതെ അതിന് തനതായ രീതിയിൽ നല്ല പോഷകസമൃദ്ധമായ ക്വാളിറ്റിയുള്ള ഫീഡ് കൊടുക്കുക, ക്വാളിറ്റിയുള്ള പാല് ഉൽപ്പാദിപ്പിക്കുക. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുക, ക്വാളിറ്റിയുള്ള പാൽ ഉൽപ്പാദിപ്പിക്കുക, ക്വാളിറ്റിയുള്ള തീറ്റ കൊടുക്കുക. ഇതായിരിക്കണം നമ്മളൊരു ഫാമിൻ്റെ ഏറ്റവും വലിയ ഒരു വിജയത്തിൻ്റെ ഒരു കാരണം. ഇപ്പോൾ പെല്ലറ്റ് തന്നെ ആശ്രയിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പെല്ലറ്റ് എല്ലാവരും പല ആൾക്കാരും പരുത്തി പിണ്ണാക്ക് കൊടുക്കില്ല, വില കൂടുമ്പോൾ പരുത്തി പിണ്ണാക്ക് ഒഴിവാക്കും, മറ്റുള്ള തവിടുകൾ ഒഴിവാക്കും ഒക്കെ ചെയ്യും. പെല്ലറ്റ് മാത്രത്തെ ആശ്രയിച്ച് കുറച്ച് വൈക്കോലും ഇട്ട് കൊടുക്കുക, പെല്ലറ്റും കൊടുക്കുക. ആ പശുക്കൾ എത്ര നീള് കടക്കുമെന്നോ എത്ര എങ്ങനെ അതിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്നോ നമുക്കറിയില്ല. പക്ഷെ നമ്മളങ്ങനെ കൊടുക്കാറുമില്ല. അപ്പോൾ നല്ല പച്ചപ്പുല്ല് കൊടുക്കുക, സൈലേജ് കൊടുക്കുക. സൈലേജ് അവൈലബിൾ ആയിട്ടുള്ള ഹൈബ്രിഡിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് സൈലേജ് കൊടുത്താൽ മതി, അല്ലാതെ പച്ചപ്പുല്ലോ കൊടുത്താൽ മതി. അപ്പോൾ പച്ചപ്പുല്ല് കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ കണക്ക് പരുത്തി പിണ്ണാക്ക്, തവിട്, ചോളപ്പൊടി, ചോളത്തവിട്, അങ്ങനെയുള്ള പിന്നെ സോയ തവിട് കിട്ടുമെങ്കിൽ അത്, കപ്പലണ്ടി പിണ്ണാക്ക് കിട്ടുന്നവർക്ക് അത്, തേങ്ങാ പിണ്ണാക്ക് കിട്ടുന്നവർക്ക് അത്, ഏതൊക്കെ കിട്ടുമോ അങ്ങനെയൊക്കെയുള്ള ഇത് മിക്സ് ആയിട്ടുള്ള തീറ്റകൾ കൊണ്ടുവന്ന് കൂട്ടുകൂടി മിക്സ് ആയിട്ട് കൂട്ടി കൊടുക്കുക. അപ്പോൾ പല പോഷകങ്ങളും നമ്മൾ അതിൻ്റെ ശരീരത്തിൽ കിട്ടാനുള്ള മിനറൽസും കാൽസ്യവും പ്രോട്ടീനും ഒക്കെ ഈ തീറ്റയിൽ കൂടെ തന്നെ കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മിനറൽസും കാൽസ്യവും ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് പശു ആരോഗ്യമായിട്ട് നിൽക്കും. പശു ആരോഗ്യമായിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ പല അസുഖങ്ങൾക്കും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അതിനെ പ്രതിരോധിക്കാൻ കഴിയും. അപ്പോൾ ഈ നമ്മളെ തീറ്റയിൽ നിന്നാണ് പല അസുഖങ്ങളും ഉണ്ടാകുന്നത്. തീറ്റയുടെ പോഷകക്കുറവ് കുറയുമ്പോഴത്തേക്ക് അതിന് അസുഖങ്ങൾ ബാധിക്കും. പിന്നെ അതിൻ്റെ ആകെ ഹെൽത്ത് കണ്ടീഷനൊക്കെ മോശമാകുമ്പോൾ പാലുൽപാദനത്തെ ബാധിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അത് നഷ്ടമായി മാറും. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പായിട്ട് ഓരോ പിന്നെ ഇത് ചെയ്യാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ അങ്ങനെ ചെയ്യുക. ആദ്യം ഒരു ചെനയും കറവുള്ള പശുവിനെ മേടിക്കുകയോ കുറഞ്ഞ പശുവിനെ മേടിക്കുകയോ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മളെല്ലാം ചെയ്യണം, A to Z കാര്യങ്ങൾ ചെയ്യണം നമ്മൾ. അല്ല നമ്മൾ ജോലിക്കാരിക്കും, അല്ല വീട്ടുകാർ ചെയ്യും, നമ്മൾ മാറിയിരിക്കും, ചാണകം മാറുന്ന മറ്റുള്ള അങ്ങനെയല്ല. നമ്മളെല്ലാം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പോരായ്മകളും എല്ലാം നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ഐഡിയാസുകൾ കിട്ടും ഇതിനകത്ത് ചെയ്ത് വരുമ്പോഴേ. ഇപ്പം കടലിൽ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് നീന്തൽ പഠിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കരയിൽ നിന്നും കൊണ്ട് കാര്യങ്ങൾ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ചെയ്ത എക്സ്പീരിയൻസോട് കൂടി തന്നെ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ സ്റ്റെപ്പായിട്ട് വളർത്തിക്കൊണ്ട് വരിക. കാര്യങ്ങൾ ബേസിക്കായിട്ടുള്ള എല്ലാം ചോദിച്ച് മനസ്സിലാക്കി അറിവുള്ളവരടുത്ത് പോയി കണ്ട് കേട്ട് മനസ്സിലാക്കി. ഇപ്പം നമ്മൾ എല്ലാം പഠിച്ച് യൂട്യൂബിൽ കൂടെ വീഡിയോസുകൾ കണ്ട് കന്നാലി വളർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് എക്സ്പീരിയൻസിൽ കൂടെ ആണ്, നമ്മൾ അനുഭവത്തിൽ കൂടെ മാത്രമേ നമ്മൾ ഇത് പഠിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയും പുതിയ അനുഭവങ്ങളും വിശേഷങ്ങളുമായിട്ട്
സുഹൃത്തുക്കളുടെ മുമ്പിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകർ ചോദിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ മറുപടിയുണ്ട്. അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ പശുവിനെ എങ്ങനെ തിരഞ്ഞെടുക്കാം, എങ്ങനെ ഒരു ഫാം തുടങ്ങാം, ഏത് രീതിയിൽ ആരംഭിക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 2-3 പോയിൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത കുറേ എൻക്വയറികളും കാര്യങ്ങളും പ്രേക്ഷകർ അറിയാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. അത് ഉൾപ്പെടുത്തി ഓരോ വീഡിയോകളിലും എൻ്റെ മെസ്സേജുകളിലൂടെയും കമൻസുകളുടെയും മെസ്സേജിലൂടെയൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അതിൻ്റെയൊക്കെ മറുപടികൾ 1 by 1 ആയിട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം രാവിലെ ഉള്ള നമ്മളെ പശുവിൻ്റെ തീറ്റയും സൈലേജൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇപ്പം വൈകിട്ടത്തേക്കുള്ള പുല്ല് വെട്ടുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ 7:30 ആയപ്പോൾ ഇന്നത്തെ 7:45 നമ്മൾ രാവിലത്തുള്ള വർക്കുകളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അവർ എല്ലാവരുമൊക്കെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു റീൽസ് ഷോർട്സ് വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് അറിയാമായിരിക്കും. നമ്മളിപ്പം 2 മൂരിക്കുട്ടന്മാരെ കൊടുത്തു. ഒരു കറുപ്പും വെള്ളയും ഇവിടെ നിന്ന് ഒരു കുട്ടനെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. വ്ളോഗ് അൻവർ വ്ളോഗിനാണ് കൊടുത്തിരിക്കുന്നത്. അൻവർ വ്ളോഗ് ഷിബുവിനാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അവർ വൈഫും പുള്ളിയായിട്ട് വന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഗ്രോത്തുള്ള കുട്ടികളായിരുന്നു, പെട്ടെന്ന് വളർന്ന കുട്ടികളാണ്. 4 മാസവും 4 ദിവസമായ കറുപ്പും വെള്ള HF-ന്. മറ്റേതിന് 2.5 മാസം കഴിഞ്ഞതേ ഉള്ളൂ, 3 മാസത്തിനകത്താകുന്നതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് അതിന് ഗ്രോത്ത് ഉണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ചോദിച്ച വിലയും അവർ തന്ന് സന്തോഷമായിട്ട് അവർ കൊണ്ടുപോയി. അത് മാന്യമായിട്ടുള്ള വില, നമ്മൾ സുഹൃത്തായതുകൊണ്ട് നമ്മൾ മാന്യമായിട്ടുള്ള വില അവരുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ. ഇപ്പോൾ മാർക്കറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 18-20 ഒക്കെ ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ മാന്യമായിട്ടുള്ളൊരു വിലയിൽ അവർക്ക് കൊടുക്കുകയും ചെയ്ത്. അപ്പോൾ പുള്ളിക്ക് അത് സന്തോഷമായി. പുള്ളിക്കറിയാം, പുള്ളിക്ക് ഇത് പശുവിനെയും പോത്തിനെയും മുരിയൊക്കെ നിർത്തിയത് കൊണ്ട് അതിൻ്റെ വില നിലവാരവും കാര്യങ്ങളും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ അറിയാം. അവർക്ക് 2 പേർക്കും അറിയാം. വൈഫും നല്ല എക്സ്പീരിയൻസ് ആണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നിങ്ങളെ വിലപ്പെട്ട കമൻസുകൾ അറിയിക്കുക. നിങ്ങളുടെ ഓരോ സംശയങ്ങളിൽ എന്നോട് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ കമൻസിലൂടെയോ അല്ല മെസ്സേജിലൂടെ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതാണ്, അതിലൂടെയൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ ഫ്രീ ടൈമുകളിൽ എനിക്ക് രാവിലെ ഇപ്പോൾ ഞാൻ 5 മണിക്കാണ് എൻ്റെ ഡ്യൂട്ടി തുടങ്ങുന്നത്. പിന്നെ ഇവിടെ അല്ലു രാവിലെ വരും, 3 മണിക്ക് അല്ലു തുടങ്ങും. എൻ്റെ ഡ്യൂട്ടി 5 മണി മുതൽ തുടങ്ങും. അത് കഴിഞ്ഞ് ഇടയ്ക്കുള്ള സമയങ്ങളിലൊക്കെ ഇടയ്ക്ക് ഫ്രീ ആവുന്ന സമയങ്ങളിലൊക്കെ വൈകിട്ടോ ഈവനിങ് ഒരു രാവിലെയുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മൾ മറുപടികൾ നിങ്ങൾക്ക് അയക്കാം. അപ്പോൾ ചിലപ്പം എന്നെ കോൺടാക്ട് ചെയ്താൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന, നിങ്ങൾക്കറിയാൻ പറ്റുന്ന പല കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്തു തരാൻ കഴിയും. നിങ്ങളതെല്ലാം എല്ലാവരും ഈ ഫീൽഡിലേക്ക് വരണം. വന്ന് നിങ്ങളത് നല്ല സക്സസ് ആയിട്ടുള്ള ഒരു കർഷകനായി തന്നെ മാറണം. ആഗ്രഹിക്കുന്നവർ മാത്രം, ആഗ്രഹമില്ലാത്തവർ, ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ ഈ ഫീൽഡിൽ വരണ്ട. ജോലിക്കാരെ നിർത്തിയിട്ട് സൈഡിൽ മാറി നിന്ന് ഫിസിലടിച്ച് വർക്ക് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഫീൽഡിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളെ പൈസ പോവും, നിങ്ങളെ സമയങ്ങൾ പോവും, മാനസികമായിട്ട് വിഷമങ്ങളുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഫീൽഡിൽ വരിക, ചെയ്യുക, വിജയിക്കുക. ഇനി അടുത്ത വീഡിയോ നമ്മൾ അതിൻ്റെ ഒരു വരാനുള്ള വീഡിയോയുടെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അടുത്ത ഇനി എൻ്റെ വീഡിയോ വരാനുള്ളത് പാല് ഉൽപ്പാദനം എങ്ങനെയാണ്, അത് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇതിന് സെയിൽ നടത്താം, ഇത് ലാഭകരമായി എങ്ങനെ കൊണ്ടുപോകാം, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇനി എൻ്റെ അടുത്ത വീഡിയോ വരാൻ പോകുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആ രീതിയിൽ നിങ്ങൾ പാല് ബിസിനസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ വിജയിക്കും. നിങ്ങൾ ഒരിക്കലും നഷ്ടം വരില്ല. നിങ്ങളെ കയ്യിലും പോക്കറ്റിലും എപ്പോഴും പൈസ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ പാല് ബിസിനസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. ഇപ്പോൾ തന്നെ നല്ല ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഒരുപാട് സമയങ്ങൾ നമ്മൾ വീഡിയോ ഒരു 10-25 അരമണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ ലാഗാവും. അതുകൊണ്ട് നമ്മൾ ഉള്ള കുറേശ്ശെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരാം. 5-10 പോയിൻറ്റുകൾ നമ്മൾ ഓരോ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും നിങ്ങൾക്ക് നഷ്ടം വരത്തില്ല ഒരിക്കലും എൻ്റെ വീഡിയോയിൽ. ഓക്കെ സുഹൃത്തുക്കളെ, എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.